Potential energy of a capacitor. Potential energy of a capacitor. The equation for potential energy of a capacitor is U is equal to half CV square equal to Q square by 2C equal to half QV. അപ്പം ഈ മൂന്ന് ഇക്വേഷനിലെ ഏത് ഇക്വേഷൻ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ കപ്പാസിറ്റർ. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ സിയും ബിയും തമ്മിലുള്ള റിലേഷൻ ആണ്. സെക്കൻഡ് ഇക്വേഷനിൽ ക്യൂവും സിയും ആണ്. തേർഡ് ഇക്വേഷനിൽ ക്യൂവും ബിയും ആണ്. Okay, this is the expression for the potential energy stored in a capacitor. Energy density. What is energy density? It is defined as energy stored per unit volume. Energy stored per unit volume. That equation derive ചെയ്യുമ്പോൾ നമുക്ക് sigma square divided by 2 epsilon 0 എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. മറ്റൊരു ഇക്വേഷൻ half epsilon 0 e square. Half epsilon 0 e square. And unit joule per meter cube ആണ്. Joule per meter cube. Energy density യുടെ യൂണിറ്റ് ആണ് joule per meter cube. Energy stored in a capacitor of 10 picofarads connected to a 100 volt battery is. Energy stored in a capacitor of 10 picofarads connected to a 100 volt battery. What is the answer? പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ആണ്. ഏത് ഇക്വേഷൻ വേണം എന്നുള്ളത് ഡാറ്റയുടെ ബേസ് ചെയ്ത് നമുക്ക് എഴുതാം. ഇവിടെ കപ്പാസിറ്റൻസ് തന്നിട്ടുണ്ട് 10 പിക്കോഫാരഡ് 10⁻⁻12 ഫാരഡ്. വോൾട്ടേജും തന്നിട്ടുണ്ട്, വിയും തന്നിട്ടുണ്ട് 100 വോൾട്ട്. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെ ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം? ആൻസർ എത്രയായിരിക്കും എന്ന് കണ്ടുപിടിച്ചേ. ഹാഫ് സി വി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. കാരണം സിയും വിയും ആണ് നമുക്ക് ഡാറ്റ അവൈലബിൾ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ യു ഈസ് ഈക്വൽ ടു ഹാഫ് സി വി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും 5 × 10⁻⁸ joules. 5 × 10⁻⁸ joule. So the answer is C. 2 parallel plate capacitors X and Y have the same area of plates and same separation between plates. X has air and Y with dielectric of constant 2 between its plates. They are connected in series to a battery of 12 volts. The ratio of electrostatic energy stored in X and Y is. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? 2 parallel plate capacitors X and Y. രണ്ട് കപ്പാസിറ്റേഴ്സ് ഉണ്ട്, എക്സും വൈയും. ഓക്കെ, ഇത് എക്സ്, ഇത് വൈ. They have same area, plate area. Plate area രണ്ടിന്റേതും സെയിം ആണ്. സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് സ്മോൾ ഡിയും സെയിം ആണ്. എന്നാൽ in between the plates of X there is air as a dielectric medium, but in the case of Y a dielectric medium having a dielectric constant 2 is introduced. We have to find out the ratio of electrostatic energy stored in X and Y. അതിന്റെ റേഷ്യോ, പൊട്ടൻഷ്യൽ എനർജിയുടെ റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇത് സാമ്പിൾ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആദ്യം എക്സ് എന്ന് പറയുന്ന കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എഴുതാം. കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എപ്സിലോൺ 0 A/d. സി വൈ എന്ന് പറയുന്ന രണ്ടാമത്തെ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് എഴുതാം. അത് നമുക്ക് 2 epsilon 0 A/d എന്ന് കിട്ടും. എങ്ങനെയാണ് 2 കിട്ടുന്നത്? സെക്കൻഡ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് എപ്സിലോൺ 0 എപ്സിലോൺ r A/d എന്ന് എഴുതാം. കാരണം അവിടെ ഒരു ഡയലക്ട്രിക് മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എപ്സിലോൺ r അല്ലെങ്കിൽ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് കെയുടെ വാല്യൂ ആണ് 2 എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ 2 epsilon 0 A/d എന്ന് എഴുതിയിരിക്കുന്നത്.
ഈ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എഴുതാം. ഫസ്റ്റ് കപ്പാസിറ്ററിന്റെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? uy is equal to q square by 2cx. സെക്കൻഡ് കപ്പാസിറ്ററിന്റെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? q square divided by 2cy എന്ന്. ഇത് രണ്ടും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് പറഞ്ഞു അല്ലേ? രണ്ട് കപ്പാസിറ്ററുകളും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ ആണോ ചാർജ് ആണോ സെയിം ആയിട്ട് നിൽക്കുന്നത്? പൊട്ടൻഷ്യൽ ആണ്. സീരീസ് കണക്ഷനിൽ ചാർജ് ആണ് സെയിം ആയിട്ട് നിൽക്കുന്നത്. ചാർജ് ആണ് സെയിം. അതുകൊണ്ടാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ക്യൂവും സിയും റിലേറ്റ് ചെയ്ത ഇക്വേഷൻ ചൂസ് ചെയ്യാനുള്ള റീസൺ അതാണ്. ചാർജ് രണ്ട് കപ്പാസിറ്ററിലും സെയിം ആണ്, സീരീസ് കണക്ഷൻ ആയതുകൊണ്ട്. അപ്പോൾ ഇക്വേഷൻ ഈ രണ്ടും എനർജിയുടെ ഇക്വേഷൻ ഇങ്ങനെ കിട്ടും. ഇനി അതിന്റെ റേഷ്യോ കണ്ടുപിടിച്ചാൽ മതി. റേഷ്യോ ux ഡിവൈഡ് ബൈ uy. ux ഡിവൈഡ് ബൈ uy കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് q സ്ക്വയറും 2 2 എല്ലാം ക്യാൻസൽ ഔട്ട് ചെയ്തു പോകും. പിന്നെ ഉള്ളത് cy ഡിവൈഡ് ബൈ cx കിട്ടും. ഓക്കെ, എന്താണ് cy? ഈ ഇക്വേഷൻ നോക്കിക്കേ. cy എന്താണെന്ന്? cy എന്ന് പറയുന്നത് 2 into cx എന്ന് എഴുതാൻ വയ്യേ? കാരണം cx എന്ന് പറയുന്നത് ഇതാണ്, അപ്പോൾ ഇത് ഇത്രയും cx ആണ്. അപ്പോൾ 2 into cx എന്ന് എഴുതാം. അപ്പോൾ cyക്ക് പകരം നമുക്ക് 2cx എന്ന് എഴുതാം. ഡിവൈഡ് ബൈ cx ക്യാൻസൽ ഔട്ട് ചെയ്തു പോയി. അപ്പോൾ the ratio is 2/1 അല്ലെങ്കിൽ 2:1. So the answer is 2:1. The answer is 3. ഓക്കെ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇനി ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. കാരണം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ഒരു കപ്പാസിറ്ററിന്റെ പ്ലേറ്റിന്റെ ഇടയിലേക്ക് നമുക്ക് ഒരു ഡൈലക്ട്രിക് മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. രണ്ട് രീതിയിൽ നമ്മൾ ഇവിടെ ഡൈലക്ട്രിക് മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കേസസ് ആണ് എഴുതിയിരിക്കുന്നത്. ഒന്ന്, ബാറ്ററി ഡിസ്കണക്ട് ചെയ്തിട്ട്, അതായത് ഒരു കപ്പാസിറ്റർ നമ്മൾ എടുക്കുന്നു, ആ കപ്പാസിറ്റർ ഒരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്ത് അതിനെ ചാർജ് ചെയ്യുന്നു. അതിനെ ചാർജ് ചെയ്തതിന് ശേഷം ബാറ്ററി നമ്മൾ റിമൂവ് ചെയ്തു. ഓക്കെ, അങ്ങനെ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ഡൈലക്ട്രിക് മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിനും പൊട്ടൻഷ്യൽ എനർജിക്കും ഒക്കെ എന്ത് ചേഞ്ച് ഉണ്ടാകും എന്നുള്ളതാണ് ഫസ്റ്റ് കോളം പറയുന്നത്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത്, നമ്മൾ ഡൈലക്ട്രിക് മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ബാറ്ററിയെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ഡൈലക്ട്രിക് മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഒരു കപ്പാസിറ്റർ എടുക്കുന്നു, കപ്പാസിറ്റർ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുന്നു, അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഡൈലക്ട്രിക് മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ പൊട്ടൻഷ്യലിനും ഇലക്ട്രിക് ഫീൽഡിനും പൊട്ടൻഷ്യൽ എനർജിക്കും ഒക്കെ എന്ത് ചേഞ്ച് ആകും എന്നുള്ളതാണ് രണ്ടാമത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൂടുതലും ചോദിക്കുന്നത് നിങ്ങൾക്കുള്ളത് ഫസ്റ്റ് കേസസ് ആണ്. അതായത് ബാറ്ററിയിൽ ഡിസ്കണക്ട് ചെയ്തിട്ട് ഡൈലക്ട്രിക് മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് കൂടുതൽ ചോദ്യങ്ങൾ കണ്ടിട്ടുള്ളത്. ബാറ്ററിയെ കണക്ട് ചെയ്തുകൊണ്ട് ഡൈലക്ട്രിക് മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എൻട്രൻസിനൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസിനാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. വളരെ റയറായിട്ട് മാത്രമേ നമ്മളുടെ ഇതിൽ CBSE ബോർഡ് എക്സാമിനേഷന് ചോദിച്ച് കണ്ടിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് ഏതായാലും രണ്ടും ഒന്ന് ഡിസ്കസ് ചെയ്യാം, വളരെ എളുപ്പമാണ്. അപ്പോൾ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്, ഇൻട്രൊഡ്യൂസിങ് എ ഡൈലക്ട്രിക് മീഡിയം ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ആഫ്റ്റർ the battery is disconnected from the capacitor. Okay, what happens to the charge Q? അപ്പോൾ കപ്പാസിറ്റർ എടുത്തു, കപ്പാസിറ്റർ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തു, അതിനെ ചാർജ് ചെയ്തു, അതിനുശേഷം ബാറ്ററി ഡിസ്കണക്ട് ചെയ്തു, എന്നിട്ട് ഡൈലക്ട്രിക് മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ചാർജിന് എന്ത് സംഭവിക്കും? ചാർജിന് ചേഞ്ച് ഒന്നും ഉണ്ടാകത്തില്ല. കാരണം ബാറ്ററിയെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ കപ്പാസിറ്റർ പ്ലേറ്റ്സിലേക്ക് ചാർജ് സ്റ്റോർ ചെയ്യുകയാണ്. അതിനുശേഷം ബാറ്ററി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ചാർജ് ആണ് പ്ലേറ്റ്സിന് കിട്ടിയേക്കുന്നത് അത് അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ ഒരു ഡൈലക്ട്രിക് മീഡിയം പ്ലേറ്റിന്റെ ഇടയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാർജിന് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല, ചാർജ് അത്രയും തന്നെ ആയിരിക്കും. അതുകൊണ്ട് ആഫ്റ്റർ ഇൻട്രൊഡക്ഷൻ ദ ഡൈലക്ട്രിക് സ്ലാബ് there is no change in the charges. നെക്സ്റ്റ്, കപ്പാസിറ്റൻസിന് എന്ത് സംഭവിക്കും?
capacitance increases by k times. Capacitance increases by k times. അതെങ്ങനെയാണെന്നുള്ള അതിൻ്റെ ഡെറിവേഷൻ നമ്മൾ തിയറിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യും. ഇനി ഇലക്ട്രിക് ഫീൽഡ് എന്ത് സംഭവിക്കും? ഇലക്ട്രിക് ഫീൽഡ് ഡിക്രീസസ്. The new electric field E dash is E divided by K. അതായത് 1 by K times electric field decrease ചെയ്യും. Potential difference V also decreases by 1 by K times. Potential energy also decreases by 1 by K times. അപ്പം ഇവിടെ ചാർജ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും, കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യും, ബാക്കിയുള്ള ക്വാണ്ടിറ്റീസ് ആയ ഇലക്ട്രിക് ഫീൽഡ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പൊട്ടൻഷ്യൽ എനർജി, ഈ 3 ക്വാണ്ടിറ്റിയും ഡിക്രീസ് ചെയ്യും. 1 by K times ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഓർത്തിരിക്കാമല്ലോ. ഇനി ബാറ്ററി കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഡയലക്ട്രിക് മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല, കാരണം ബാറ്ററിയെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ബാറ്ററിയെ കണക്ട് ചെയ്തത് കാരണം പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ചേഞ്ച് ഒന്നും ഉണ്ടാകത്തില്ല. ഇലക്ട്രിക് ഫീൽഡ്, പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ചേഞ്ച് ഒന്നും ഉണ്ടാകാത്തത് കാരണം ഇലക്ട്രിക് ഫീൽഡിനും ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. കപ്പാസിറ്റൻസ് വിൽ ഇൻക്രീസ് ബൈ K ടൈംസ്. അപ്പോൾ കപ്പാസിറ്റൻസ് ഡയലക്ട്രിക് മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ രണ്ട് കേസിലും കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യും. ചാർജിന്റെ കേസോ, ചാർജ് വിൽ ഓൾസോ ഇൻക്രീസ്, ചാർജും ഇൻക്രീസ് ചെയ്യും. പൊട്ടൻഷ്യൽ എനർജി, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിയും K ടൈംസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ സെക്കൻഡ് കേസിൽ ബാറ്ററിയെ കണക്ട് ചെയ്തുകൊണ്ട് ഡയലക്ട്രിക് മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസും ഇലക്ട്രിക് ഫീൽഡിലും ചേഞ്ച് ഉണ്ടാവില്ല, കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യും. അത് രണ്ട് കേസിലും കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യും. കൂടാതെ ഈ കേസിൽ ചാർജും ഇൻക്രീസ് ചെയ്യും, പൊട്ടൻഷ്യൽ എനർജിയും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇത് നോട്ട് ചെയ്ത് വെച്ചോളൂ. Okay, the potential energy of a charged parallel plate capacitor is U0 if a slab of dielectric constant K is inserted between the plates. Then the new potential energy will be. ഒരു കപ്പാസിറ്റർ ചാർജ് ചെയ്തൊരു കപ്പാസിറ്റർ ആണ്, അതിന്റെ പൊട്ടൻഷ്യൽ എനർജി U0 ആണ്. ഈ കപ്പാസിറ്ററിലേക്ക് നമ്മളൊരു ഡയലക്ട്രിക് മീഡിയം ഇൻസേർട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ പുതിയ പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കും? What is the answer? The answer is A. ചാർജ് ചെയ്ത് കഴിഞ്ഞ ഒരു കപ്പാസിറ്റർ ആണ്, അതിലേക്കാണ് ഡയലക്ട്രിക് മീഡിയം ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസ് ചെയ്യും. ഓക്കെ, a capacitor is charged by using a battery which is then disconnected. A dielectric slab of dielectric K is then inserted between the plates which result in. അപ്പം ഒരു കപ്പാസിറ്റർ ചാർജ് ചെയ്ത് കഴിഞ്ഞു, ബാറ്ററി ഡിസ്കണക്ട് ചെയ്തു, അതിനുശേഷം ഡയലക്ട്രിക് സ്ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഏത് കേസാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഫസ്റ്റ് കേസ്, റിഡക്ഷൻ ഓഫ് ചാർജ് ഓൺ ദ പ്ലേറ്റ്. ഡയലക്ട്രിക് സ്ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജിന് ഡിക്രീസ് വല്ലതും ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ ഫസ്റ്റ് റോങ് ആണ്. സെക്കൻഡ് കേസ്, ഇൻക്രീസ് ഇൻ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ പ്ലേറ്റ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻക്രീസ് ചെയ്യുക, ഡയലക്ട്രിക് സ്ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അതും റോങ് ആണ്. തേർഡ് എന്താണ്? ഡിക്രീസ് ഇൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ പ്ലേറ്റ്, അത് റൈറ്റ് ആണ്. ഇനി റിഡക്ഷൻ ഇൻ സ്റ്റോർഡ് എനർജി, അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസ് ചെയ്യും, അതും കറക്റ്റ് ആണ്. ബട്ട് നോ ചേഞ്ച് ഇൻ ചാർജ് ഓൺ ദ പ്ലേറ്റ്, പ്ലേറ്റിൽ
ഇതിലെ ചാർജിന് ചേഞ്ചസ് ഒന്നുമില്ല. അപ്പോൾ the answer is C. The answer is C. Okay. Capacitance of a parallel plate capacitor with air between the plates of a capacitor is C. The capacitance of this capacitor when dielectric constant K is introduced between the plate. Capacitance in എന്ത് സംഭവിക്കും ഡയലക്ട്രിക് മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ? എളുപ്പമാണല്ലോ. What happens to the capacitance when a dielectric medium is introduced between the plate? Its capacitance increases by K units. The answer is A. Each plate of parallel plate capacitor has charge Q0 when connected to a battery. What will be the magnitude of charge on each plate of this capacitor if dielectric constant 6 is introduced between the plates of the capacitor? Each plate of the parallel plate capacitor has charge Q0 when connected to a battery. അപ്പോൾ ബാറ്ററിയെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ബാറ്ററിയെ കണക്ട് ചെയ്ത് വെക്കുമ്പോൾ അതിന്റെ ചാർജ് Q0 ആണ്. അതിനുശേഷം ഡിസ്കണക്ട് ചെയ്യുന്നതിനെ കുറിച്ച് അവർ പറയുന്നില്ല. കണക്റ്റഡ് ടു ബാറ്ററി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസ്കണക്ട് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പിന്നീട് അവർ എന്താ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജ് ഓൺ ഈച്ച് ഓഫ് ദ പ്ലേറ്റ് ഓഫ് ദിസ് കപ്പാസിറ്റർ ഇഫ് ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് 6 ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് ദ കപ്പാസിറ്റർ. അപ്പോൾ ബാറ്ററിയെ കണക്ട് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെയാണ് ഒരു ഡൈലക്ട്രിക് മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചാർജ് എന്ത് ചെയ്യും? ചാർജ് ഇൻക്രീസ് ചെയ്യുമെന്നാണ് നമ്മൾ പഠിച്ചത്. ചാർജ് ഇൻക്രീസ് ചെയ്യും. 6Q0 ആയിട്ട് charge increasing. The answer is B. The equivalent capacity between A and B. ഈ സർക്യൂട്ടിലെ എയും ബിയും തമ്മിലുള്ള ഈക്വലന്റ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണം. അപ്പം ഇവിടെ ഏതൊക്കെയാണ് സീരീസ് ഏതൊക്കെയാണ് പാരലൽ എന്ന് നോക്കുക. സീരീസും പാരലലും കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചാർജ് ഫ്ലോ നോക്കിയാൽ മതി. നമുക്ക് ഇവിടെ നിന്ന് ചാർജ് ഫ്ലോ ചെയ്യുന്നതായിട്ട് അസ്യൂം ചെയ്യാം. അപ്പോൾ ഇവിടെ വെച്ചത് 2 ബ്രാഞ്ച് ആയിട്ട് മാറി. അപ്പോൾ ഈ കപ്പാസിറ്ററും പാരലൽ ആണെന്ന് പറയാം. കാരണം ഡിഫറെൻറ്റ് ചാർജസ് ആണ് രണ്ടിലൂടെയും ഒഴുകുന്നത് കാരണം. എന്നിട്ട് അവിടെ വെച്ചത് കമ്പൈൻ ചെയ്തു. എന്നിട്ട് വീണ്ടും അത് കമ്പൈൻ ചെയ്ത് 4 മൈക്രോ ഫാരഡ് ഈ കപ്പാസിറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്നു. അപ്പം ഈ 2 കപ്പാസിറ്റർ പാരലൽ ആണ്. അതിന്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് സീരീസ് ആണ് എത്ര? ഈ കപ്പാസിറ്റൻസ്. അപ്പോൾ വാട്ട് ഈസ് ദ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എത്രയായിരിക്കും? ഈ ഫസ്റ്റ് 2 കപ്പാസിറ്റർ ഈ 2 കപ്പാസിറ്റർ പാരലൽ കോമ്പിനേഷൻ ആണ്. അപ്പോൾ അതിന്റെ എഫക്റ്റീവ് കാണാൻ വേണ്ടി 3+2 എടുത്താൽ മതി അല്ലേ? 3+2 5 മൈക്രോ ഫാരഡ് ആണ് അതിന്റെ കപ്പാസിറ്റി. ഈ 5ഉം 4ഉം സീരീസ് ആണ്. അപ്പോൾ അതിന്റെ എഫക്റ്റീവ് കാണാൻ 1/C = 1/4 + 1/4 എന്ന് കൊടുക്കാം. അപ്പോൾ the answer will 20/9 microfarad. 20/9 microfarad. The answer is A. The following graph shows the variation of charge Q with voltage V for 2 capacitors K and L. In which capacitor is more electrostatic energy stored? അപ്പോൾ ഇവിടെ ഒരു ഗ്രാഫ് ആണ് നൽകിയിരിക്കുന്നത്. എന്ത് ഗ്രാഫാണ്? QV ഗ്രാഫ് ആണ് തന്നിരിക്കുന്നത്. Q y ആക്സിസിലും V x ആക്സിസിലും QV ഗ്രാഫ് ആണ് നൽകിയിരിക്കുന്നത്. 2 കപ്പാസിറ്ററിന് അക്രോസ് 2 കപ്പാസിറ്ററിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി 2 ലൈൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് K എന്ന് പറയുന്ന കപ്പാസിറ്ററേയും ഇത് L എന്ന് പറയുന്ന കപ്പാസിറ്ററേയുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇൻ വിച്ച് കപ്പാസിറ്റർ ഈസ് മോർ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി സ്റ്റോർഡ്? ഏത് കപ്പാസിറ്ററിലാണ്
കൂടുതൽ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഗ്രാഫിന്റെ സ്ലോപ്പ്, ഇവിടെ ക്യു വി ഗ്രാഫ് ആണ്. ക്യു വി ഗ്രാഫിന്റെ സ്ലോപ്പ് നമുക്ക് എന്ത് നൽകും? നമുക്കറിയാം C is equal to Q by V ആണ്. C is equal to Q by V. അതുകൊണ്ട് Q by V എന്ന് പറയുന്ന സ്ലോപ്പ് നമുക്ക് എന്ത് നൽകും? കപ്പാസിറ്റൻസ് നൽകും. അപ്പം ഈ കപ്പാസിറ്ററിന്റെ സ്ലോപ്പ് നമുക്ക് കപ്പാസിറ്റൻസ് ആണ് നൽകുക. എനർജിയുടെ ഇക്വേഷൻ എന്താണ്? എനർജിയുടെ ഇക്വേഷൻ, പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ഹാഫ് CV സ്ക്വയർ ആണ്. ഹാഫ് CV സ്ക്വയർ. ഓക്കെ, അപ്പം സെയിം പൊട്ടൻഷ്യലില് പൊട്ടൻഷ്യൽ എനർജി കൂടുതൽ ഏതിനായിരിക്കും? കപ്പാസിറ്റൻസ് കൂടുതലുള്ളതിനായിരിക്കും. ഓക്കെ, സെയിം പൊട്ടൻഷ്യലില് പൊട്ടൻഷ്യൽ എനർജി കൂടുതൽ കപ്പാസിറ്റൻസ് ഉള്ളതിനാണ്. അപ്പം ഇതിൽ എല്ലിനാണോ കെയ്ക്കാണോ കപ്പാസിറ്റൻസ് കൂടുതൽ സ്ലോപ്പ് ഉള്ളതിന് കൂടുതൽ കപ്പാസിറ്റൻസ് ഉണ്ടാവും. ഇവിടെ എൽ എന്ന് പറയുന്ന ഈ ലൈനാണ് സ്ലോപ്പ് കൂടുതൽ, അതുകൊണ്ട് ഇതിനാണ് കപ്പാസിറ്റൻസ് കൂടുതൽ. അതുകൊണ്ട് കൂടുതൽ എനർജി എവിടെയാണ് സ്റ്റോർ ചെയ്യുക? കൂടുതൽ എനർജി എൽ എന്ന് പറയുന്ന കപ്പാസിറ്ററിലായിരിക്കും സ്റ്റോർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ്, എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഓഫ് capacitance C is charged to a potential V. A parallel plate capacitor of capacitance C is charged to a potential V. It is then connected to another uncharged capacitor having the same capacitance. Find out the ratio of energy stored in the combined system to that stored initially in the single capacitor. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? A parallel plate capacitor of capacitance C is charged to a potential V. അപ്പോൾ ഒരു കപ്പാസിറ്റർ എടുത്തു, അതിൻ്റെ കപ്പാസിറ്റൻസ് C ആണ്, അതിലേക്ക് നമ്മൾ ചാർജ് കൊടുത്തു, അതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആകുന്നവരെ നമ്മൾ അതിൻ്റെ പൊട്ടൻഷ്യൽ കൊടുത്തു, പൊട്ടൻഷ്യൽ V ആകുന്നവരെ നമുക്ക് അതിനെ ചാർജ് കൊടുത്തു. ഇനി ഇറ്റ് ഈസ് ദെൻ കണക്റ്റഡ് ടു അനദർ അൺചാർജ് കപ്പാസിറ്റർ. ഇതിലെ നമ്മൾ മറ്റൊരു അൺചാർജ് കപ്പാസിറ്റർ സെയിം കപ്പാസിറ്റൻസ് ഉള്ള ഒരു അൺചാർജ് കപ്പാസിറ്റർ ഇതിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. ഓക്കെ, അതിനെ നമ്മൾ സീരീസ് ആയിട്ടോ പാരലൽ ആയിട്ടോ ഇഷ്ടമുള്ള പോലെ കണക്ട് ചെയ്യാം. ഇവരെ എങ്ങനെ കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല, അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ കണക്ട് ചെയ്യാം. അത് കണക്ട് ചെയ്തു. ഫൈൻഡ് ഔട്ട് ദ റേഷ്യോ ഓഫ് എനർജി സ്റ്റോർഡ് ഇൻ ദി കമ്പൈൻഡ് സിസ്റ്റം ടു ദി സ്റ്റോർഡ് ഇനിഷ്യലി ഇൻ എ സിംഗിൾ കപ്പാസിറ്റർ. അപ്പം നമുക്ക് കമ്പൈൻഡ് സിസ്റ്റത്തിൽ എത്ര എനർജിയാണ് സ്റ്റോർ ചെയ്യുന്നത് കണ്ടുപിടിക്കണം, ഇനിഷ്യലി എത്ര എനർജിയാണ് സ്റ്റോർ ചെയ്യുന്നത് കണ്ടുപിടിക്കണം, അതിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് കപ്പാസിറ്ററിലുള്ള ചാർജ് Q ആയിട്ട് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇനിഷ്യലി ആ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജിയുടെ ഇക്വേഷൻ നമുക്ക് U is equal to Q square by 2C എന്ന് കൊടുക്കാം. Q square by 2C. ഓക്കെ, ഇനിയും അടുത്ത കപ്പാസിറ്റർ എടുക്കുന്നു. ആ കപ്പാസിറ്റർ ചാർജ് ചെയ്ത കപ്പാസിറ്ററിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടി നമുക്ക് അതിനെ പാരലായിട്ട് കണക്ട് ചെയ്യുന്ന അസ്യൂം ചെയ്യാം. അപ്പോൾ നമുക്ക് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. പാരലായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു. പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എത്ര കിട്ടും? C plus C 2C ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ആദ്യം ചാർജ് ചെയ്തൊരു കപ്പാസിറ്റർ ആണ്. ആ കപ്പാസിറ്ററിലെ Q എന്ന് പറയുന്ന ചാർജ് ഉണ്ട്. ഇത് കണക്ട് ചെയ്ത് കഴിയുമ്പോഴും ചാർജിന് ചേഞ്ച് ഒന്നും ഉണ്ടാവത്തില്ല. ആ സിസ്റ്റത്തിന്റെ ചാർജ് Q ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. സിസ്റ്റത്തിന്റെ കപ്പാസിറ്റി, സിസ്റ്റത്തിന്റെ ചാർജ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജി രണ്ടും കൂടെ പാരലായിട്ട് കണക്ട് ചെയ്ത് ആ സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജി എത്രയാണ് എന്ന് നമുക്ക് നോക്കാം. ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ നമുക്ക് U ഡാഷ് എന്ന് എഴുതാം. U ഡാഷ് ഈസ് ഈക്വൽ ടു Q സ്ക്വയർ ഡിവൈഡ് ബൈ 2C ഡാഷ്. Q സ്ക്വയർ ഡിവൈഡ് ബൈ 2C ഡാഷ്. അപ്പം Qന് ചേഞ്ച് ഒന്നുമില്ല, അതുകൊണ്ടാണ് Q തന്നെ കൊടുത്തത്. പുതിയ കോമ്പിനേഷന്റെ കപ്പാസിറ്റൻസ് C ഡാഷ് ആണ്, അതുകൊണ്ട് 2C ഡാഷ് കൊടുത്തു. ഇനി C ഡാഷ് എത്രയാണ്? 2C ആണ്. അപ്പോൾ C ഡാഷിന് പകരം 2C എന്ന് കൊടുത്തപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? Q സ്ക്വയർ ഡിവൈഡ് ബൈ 4C എന്ന് എഴുതാം. അപ്പോൾ പുതിയ സിസ്റ്റത്തിന്റെ കമ്പൈൻ ചെയ്ത സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജിയും കിട്ടി, ഇനിഷ്യലി ഉള്ള ചാർജ് കപ്പാസിറ്ററിന്റെ പൊട്ടൻഷ്യൽ എനർജിയും കിട്ടി. അതിന്റെ റേഷ്യോ എടുക്കാം.
അപ്പോൾ u dash by u എത്ര കിട്ടും? u dash by u is equal to 1 by 2. u dash by u is equal to 1 by 2. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ തന്നെ മറ്റൊരു സിമിലർ ക്വസ്റ്റ്യൻ ആണ്. A parallel plate capacitor, each with plate area A and separation D, is charged to a potential difference V. The battery used to charge is then disconnected. A dielectric slab of thickness D and dielectric constant K is now placed between the plates. What change, if any, will take place in? അപ്പോൾ ഇവിടെ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്, അതിൻ്റെ ഏരിയ എ ആണ്, അതിൻ്റെ പ്ലേറ്റ് സെപ്പറേഷൻ ഡി ആണ്, അതിനെ വി പൊട്ടൻഷ്യലിലേക്ക് നമ്മൾ ചാർജ് ചെയ്തിരിക്കുന്നു. അതിനുശേഷം ബാറ്ററിയെ ഡിസ്കണക്ട് ചെയ്തിരിക്കുന്നു. ഇനി ബാറ്ററിയെ ഡിസ്കണക്ട് ചെയ്തിട്ടാണ് ഇവിടെ ഡയലക്ട്രിക് സ്ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ടു ദ ചാർജ്? ചാർജിന് എന്തെങ്കിലും സംഭവിക്കുമോ? അതാണ് അവർ ആദ്യം ചോദിച്ചിരിക്കുന്നത്. ചാർജിന് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. ബാറ്ററിയിൽ നിന്ന് ഡിസ്കണക്ട് ആയിട്ടാണ് നമ്മൾ ഡയലക്ട്രിക് സ്ലാബിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ചാർജ് കോൺസ്റ്റന്റ് ആയി നിലനിൽക്കും. സെക്കൻഡ് ചോദിച്ചിരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിക്ക് എന്ത് സംഭവിക്കും? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി 1/k ടൈംസ് ആയിട്ട് ഡിക്രീസ് ചെയ്യും. കപ്പാസിറ്റൻസ് എന്ത് സംഭവിക്കും? കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യും. അത് രണ്ട് കേസിലും കപ്പാസിറ്റൻസ് k ടൈംസ് ഇൻക്രീസ് ചെയ്യുന്നതാണ്. കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യും. എനർജി സ്റ്റോർഡും എന്ത് സംഭവിക്കും? എനർജി സ്റ്റോർഡും ഡിക്രീസ് ചെയ്യും. 1/k ടൈംസ് ഡിക്രീസ് ചെയ്യും. പൊട്ടൻഷ്യൽ ഡിഫറൻസും എന്ത് സംഭവിക്കും? പൊട്ടൻഷ്യൽ ഡിഫറൻസും ഡിക്രീസ് ചെയ്യും. 1/k ടൈംസ് ഡിക്രീസ് ചെയ്യും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അടുത്തത് സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. A capacitor plates are charged by a battery with V volts. After charging, the battery is disconnected and a dielectric slab with dielectric constant K is inserted between its plate. The potential across the plates of the capacitor will become. Battery disconnect ചെയ്തിട്ടാണ് ഡയലക്ട്രിക് മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് പൊട്ടൻഷ്യൽ എന്ത് സംഭവിക്കും? പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യും. എത്ര ടൈംസ്? 1/k ടൈംസ് ഡിക്രീസ് ചെയ്യും. ഓക്കെ, 1/k ടൈംസ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ the new potential will be V/k. The answer is 3. A capacitor of capacitance is charged fully by connecting to a battery of EMF E. It is then disconnected from the battery. If the separation between the plates of the capacitor is doubled, how will the following changes? അപ്പോൾ ബാറ്ററി ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം നമ്മളിവിടെ പ്ലേറ്റ് സെപ്പറേഷൻ ഇൻക്രീസ് ചെയ്യുകയാണ്, ഡബിൾ ആകുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചാർജിന് എന്ത് സംഭവിക്കും? ഫീൽഡ് സ്ട്രെങ്ത്തിന് എന്ത് സംഭവിക്കും? ഇലക്ട്രിക് ഫീൽഡിന് എന്ത് സംഭവിക്കും? എനർജി സ്റ്റോറിന് എന്ത് സംഭവിക്കും? അപ്പം ബാറ്ററിയിൽ നിന്ന് ഡിസ്കണക്ട് ആയതിനു ശേഷം സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് സ്മോൾ ഡി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജിന് എന്തെങ്കിലും സംഭവിക്കുമോ? ചാർജിനൊന്നും സംഭവിക്കത്തില്ല. ചാർജ് കോൺസ്റ്റന്റ് ആയി തന്നെ നിലനിൽക്കും. ഓക്കെ, രണ്ടാമത് ഇലക്ട്രിക് ഫീൽഡ് എന്ത് സംഭവിക്കും? ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഈസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ E is equal to sigma by epsilon 0 ആണ്. സിഗ്മ ബൈ എപ്സിലോൺ 0. അപ്പോൾ ഇവിടെ സ്മോൾ ഡി എന്ന് പറയുന്ന ടേം വരുന്നില്ല. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ആണ്. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിനും ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. തേർഡ്, എനർജി സ്റ്റോറിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? Q²/2Z ആണ്. കപ്പാസിറ്റൻസിന് സംഭവിക്കും? കപ്പാസിറ്റൻസ് പ്ലേറ്റിന്റെ ഡിസ്റ്റൻസ് ഡി എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? കപ്പാസിറ്റൻസ് E is equal to epsilon 0 A/D എന്നാണ്. അപ്പോൾ ഈ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം? U is equal to Q²D/2 epsilon 0 A.
അപ്പോൾ ഇവിടെ ഡി ന്യൂമറേറ്ററിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് ഡബിൾ ആയി കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജിയും ഡബിൾ ആവും. ഓക്കെ.